എന്താ എനക്ക് അവകാശമില്ലേ ഇവിടെ വരാൻ എന്ന് ചെറിയ അമ്മമ്മ ചോദിച്ച്. അതിന് അമ്മ മറുപടി പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത്രയും പണി മുടക്കിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൗകര്യത്തിൽ സമയമുണ്ടെങ്കിൽ വന്നാൽ പോരെ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്ക് വേറെ മാതിരി എടുത്തു കഴിഞ്ഞാൽ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞ്. അതിനെ ചെറിയമ്മ പറഞ്ഞ്, എടി മോളെ, ഞാനും നിൻ്റെ അമ്മേൻ്റെ അനിയത്തി തന്നെയാണ്. ഞങ്ങൾ 10 മക്കളുണ്ട് എൻ്റെ അമ്മയ്ക്ക്. നീ ഏച്ചീനെ മാത്രമാണ് നീ വലുതായിട്ട് കാണുന്നത്. ഏച്ചിയും നിൻ്റെ അമ്മേൻ്റെ കൂടെ പറഞ്ഞതാ, ഞാനും നിൻ്റെ അമ്മേൻ്റെ കൂടെ ഉള്ളതാ. ഞാൻ നിന്നെ എന്താക്കിയത്? നിനക്കെന്തിനാ എന്നോട് ഇത്ര വെറുപ്പ്? ഞാൻ എന്തെങ്കിലും ചെയ്തിനെന്നെ എന്ന് ചെറിയമ്മ അങ്ങോട്ട് പറഞ്ഞ്. അതിനമ്മ മറുപടി പറഞ്ഞു, നിങ്ങളെന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലാലോ, പിന്നെന്തിനാ നിങ്ങളില്ലാത്തത് കൂട്ടിച്ചേർക്കുന്നത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞ്. ഞാൻ കൂട്ടിച്ചേർക്കുന്നതല്ലടി, നല്ല കാര്യം ഞാൻ പറഞ്ഞതാ. ശരി, ഞാൻ അറിയാണ്ട് ഇങ്ങോട്ടേക്ക് വന്നു പോയി. എൻ്റെ ഏച്ചി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ വന്നു പോയതാ, എന്നോട് ക്ഷമിച്ചു കേട്ടോ എന്ന് ചെറിയമ്മ പറഞ്ഞ്. അന്നേരം അമ്മ പറഞ്ഞ്, എല്ലാവരും ഇത് സ്കീമാണോ? ക്ഷമ ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഏച്ചിയും അനിയത്തിയും കുടുംബത്തോട് പറഞ്ഞു വെച്ചിട്ട് ഇറങ്ങിയതാ എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ചു. അന്നേരം ചെറിയമ്മ പറഞ്ഞ്, നിന്നോട് വർത്താനം പറഞ്ഞിട്ട് എത്തൂല ഇറക്ക്, ഞാൻ കുട്ടിയൊക്കെ ചോറ് കൊടുക്കണം, ഞാൻ പോന്നാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മമ്മ വിളിച്ച്, വെള്ളത്തായി, നീ എവിടേക്കായി പോകുന്നത്? ചൊടിച്ചു പോവാണോ എന്ന് പറഞ്ഞ്. അന്നേരം ഏച്ചീനെ കണ്ടപാട് ചെറിയമ്മമ്മ കരഞ്ഞ്. അന്നേരം അമ്മമ്മ പറഞ്ഞ്, നീ കരയണ്ട, ഓള് എന്നെ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്, മുഖത്തടിച്ചതുപോലെ ഓള് വർത്തമാനം പറഞ്ഞത്. ഓള് ചെറുപ്പത്തിൽ കാട്ടിയ ശണ്ടിയും കുസൃതിയും എല്ലാം ഓക്ക് അങ്ങനെ തന്നെ ഉണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ലത് എന്ന് അമ്മമ്മ പറഞ്ഞ്. അതിനെ ചെറിയമ്മമ്മ പറഞ്ഞ്, ഓള് ശണ്ടിയും കുസൃതിയും അല്ല ഓള് കാണിച്ചത്, ഓള് പറഞ്ഞ വാക്ക് എനിക്കത് ദഹിക്കുന്നില്ല, ഭയങ്കര സങ്കടമായിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞ്. അതിനെ അമ്മമ്മ പറഞ്ഞ്, ഓള് നല്ലതാ, ഓള് മുൻകോപിയാണെങ്കിലും ഓള് നല്ല സ്നേഹമുള്ളോളാ, നല്ലോളാ. ഇതിനൊക്കെ കാരണക്കാരത്തി ഒറ്റ ഒരുത്തിയാ, നമ്മളെ ചേച്ചി, മൂത്ത ചേച്ചി രാമലക്ഷ്മി. ഓളാണ് ഇതിൻ്റെ ആള്. ചെറിയ കുട്ടി ആയരേ ഇവിടെ ഓളെടുത്തല്ലേ കുത്തിത്തിരിച്ച് തിരികേറ്റി നമ്മളെല്ലാവരും അന്യന്മാരാക്കി കളഞ്ഞു. ഓളെ മനസ്സിൽ വിഷം കുത്തി വെച്ചതല്ലേ ഏച്ചി. ഓള് മാത്രം നല്ലത്, നമ്മളെല്ലാവരും ചീത്ത, നമ്മളെല്ലാവരും ദുഷ്ടന്മാരായിട്ടാണ് ഇപ്പം ഇവള് കാണുന്നത്. ഇപ്പം നമ്മൾ എന്താക്കാൻ പറ്റും? ഇനി ഇത്രയും വലുതായില്ലേ ഇവള്, ഓക്കിപ്പം 30-35 വയസ്സായില്ലേ. ഓള് ഇനിയും മറ്റോള് കുത്തിവെച്ച വിഷം ഓളെ ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഓള് നമ്മളെ ശത്രുവായിട്ട് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പ്രസവിച്ച മോളല്ലേ എന്ന് അമ്മമ്മ പറഞ്ഞു. അതിന് ചെറിയ അമ്മമ്മ പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, സങ്കടമായിപ്പോയില്ല, ഇങ്ങനെ മുഖത്തടിച്ച വർത്താനം പറഞ്ഞാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവൂലേ. എൻ്റെ തെറ്റല്ലേ ചേച്ചി, ഞാൻ ഓളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓള് പോയോ എന്തോന്ന്, ഓള് ഇപ്പോൾ ഒരാഴ്ചയായില്ല അങ്ങോട്ട് വരാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പണി മുടക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓളതിനെന്നോട് പറയാ, ഇവിടെ ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചിനോ, എന്തിനാ വലിഞ്ഞു കയറി വന്നത്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു പ്രായം കൂടിയ ആളോട് ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു ബഹുമാനം അറിയില്ലേ ഓക്ക്? ഓക്ക് 30-35 വയസ്സായില്ലേ, ഓള് ചെറിയ കൊച്ചൊന്നല്ലല്ലോ എന്ന് ചെറിയ അമ്മമ്മ പറഞ്ഞ്. അതിനമ്മമ്മ പറഞ്ഞ്, പോട്ടെ മോളെ, വിട്ടുകള, എന്ത് ചെയ്യാനാ ഇപ്പോൾ, ഓളെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അല്ലേ തന്നെ ഓള് ശണ്ടി കൂടുതലുള്ള
ആളാ കൂട്ടത്തിലാ. പോരാത്തന്നെ ഓള് കുത്തിത്തിരിച്ച് വിഷം കയറ്റി വെക്കുന്നില്ലേ, അതാണ് ഓളിങ്ങനെ ആയിപ്പോയത്. ഓക്ക് വല്യമ്മമ്മയല്ലേ ജീവൻ. അന്നും ഇന്നും എല്ലാ കാലത്തും വല്യമ്മമ്മ മതിയല്ലോ ഓക്ക്, വേറെ ആരും വേണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞ്. അതിന് പറഞ്ഞിട്ട് ചെറിയമ്മമ്മ പോയി. ചെറിയമ്മമ്മയ്ക്ക് തിരക്കല്ലേ, പണിയില്ലേ, സ്കൂളിൽ കുട്ടിയൊക്കെ ചോറ് കൊടുക്കണ്ടേ. ചെറിയമ്മമ്മ പോയി. എന്നിട്ട് അമ്മമ്മ ഇരിക്കുന്നത് വല്യമ്മമ്മേൻ്റെ വീട്ടിലല്ലേ. വല്യമ്മമ്മ പറയുന്നത്, ആ നല്ല ചോദ്യം നീ അങ്ങോട്ട് പറഞ്ഞത് കേട്ടോടി മോളെ, എനിക്ക് സന്തോഷമായി കേട്ടാ. ഓളെയൊക്കെ അങ്ങനെ തന്നെ പറയണം. ഓള് എൻ്റെ അമ്മേൻ്റെ അടുത്ത് എന്നെ കൊണ്ട് എന്തെല്ലാം പറഞ്ഞ് കുത്തി തിരിച്ച് തിരികേറ്റിയതല്ലേ. നീ എനിക്ക് നല്ല അടി അവൾക്ക് കൊടുത്തത്. ഇങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങളാണെങ്കിൽ എന്ന് അമ്മയ്ക്ക് വല്യമ്മമ്മ വളം വെച്ച് കൊടുക്കുന്നു. അമ്മ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്ര പറഞ്ഞാൽ മതിയില്ല അമ്മയ്ക്ക്. പിന്നെ അമ്മയ്ക്ക് തോന്നൂലേ നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്, തെറ്റില്ല എന്നുള്ളത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളും പറയുന്നേ. അപ്പോഴത്തേക്ക് പീടിയിൽ പോയ മാമനും അച്ഛനും തിരിച്ചു വന്ന്. അന്നേരം ഇവർ ഈ സംസാരമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ്, അങ്ങനെയാ പറഞ്ഞത് ഇവള്? ഷേ, ഇത് മോശമായിപ്പോയല്ലോ. ഇങ്ങനെയാണോ പറയേണ്ടത്? പാവം, ഓലെന്തെന്നാ വിചാരിച്ചിട്ടുണ്ടാവുക മനസ്സിൽ. ഒന്നുമില്ലെങ്കിലും പ്രായം കൂടിയ ആളല്ലേ, വലിയ ആളല്ലേ, ബഹുമാനിക്കല്ലേ വേണ്ടത്. ഓലിങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും നമ്മളല്ലേ ക്ഷമിക്കണ്ടേ. ഇവളെ ഒരു ദേഷ്യത്തിനൊരു അളവില്ലാണ്ടായിപ്പോയല്ലോ. എന്തിനാ ഇവൾ ഇങ്ങനെ അങ്ങോട്ട് പാഞ്ഞു കയറിയേ? ഒന്നുമില്ലെങ്കിൽ ഓളെ ചെറിയമ്മയല്ലത്. ഇവളെന്താ ഷേ എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് അമ്മ അവിടെ കാത്ത് നിൽക്കുകയല്ലേ, വായിന്നെന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അപ്പാടും പാഞ്ഞ് കയറാം അതും പിടിച്ചിട്ട്. അന്നേരം പറഞ്ഞ്, ഓ ഇപ്പം ഞാൻ ഷേ ആയിപ്പോയി നിങ്ങൾക്കല്ലേ. ഓ ഇപ്പം തൊട്ടതിനും തുടച്ചതിനും എല്ലാത്തിനും കുറ്റമല്ലേ. എന്ത് ഷേ ആയിപ്പോയി? ഓലോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ അമ്മായിയമ്മ വേണമെങ്കിൽ തലയിൽ തെരുവ് വെച്ചിട്ട് തലയിലെടുത്ത് വെച്ചോ. എനക്കാരും ആവശ്യമില്ല, എനക്ക് എൻ്റെ വല്യമ്മ ഉണ്ട് എന്ന് അമ്മ അങ്ങോട്ട് മുഖത്തടിച്ച പോലെ പറഞ്ഞ്. അതിന് അച്ഛൻ പറഞ്ഞ്, വല്യമ്മയും നിൻ്റെ അമ്മേൻ്റെ കൂടെ പറന്നതാ, ചെറിയമ്മയും നിൻ്റെ അമ്മേൻ്റെ കൂടെ പറന്നതാ. നീ എന്തിനാ വേർതിരിച്ച് കാണുന്നത് അങ്ങനെ? ചെറിയമ്മ വേറെ വല്യമ്മ വേറെ എന്ന് പറഞ്ഞ്. അതിനമ്മ പറഞ്ഞ്, അതൊന്നും പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. മനസ്സിലാവേണ്ട കൂട്ടത്തിലല്ല നിങ്ങൾ ഓപ്പോസിറ്റ് ടീമിലുള്ള ആളല്ലേ. അതുകൊണ്ട് ഞാനൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് കുറ്റമായി തന്നെ കാണും. കാരണം നിങ്ങൾ മനസ്സിലങ്ങനെ കണക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ എന്നെപ്പറ്റി. ഇവളെന്ത് പറഞ്ഞാലും കുറ്റാ പറയും, ഇവളെന്ത് പറഞ്ഞാലും തെറ്റ് തന്നെയാ പറയും എന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു നോട്ടത്തിലാണ് എന്നെ നോക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെയല്ലേ കാണുള്ളൂ. ഇതെൻ്റെ കുറ്റാണോ എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞ്. അന്നേരം വല്യമ്മ പറഞ്ഞ്, മോളെ നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ടേ, കച്ചറയാക്കണ്ടേ വീണ്ടും. പോട്ടെ വിട്ടുകള. അപ്പം ഓള് കാരണം നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കണ്ട. ഓള് വന്ന് പോയി കഴിഞ്ഞ് അത്ര തന്നെ. ഇനി ആ ടോപ്പിക്ക് അങ്ങ് വിട്ടുകള, വേണ്ട, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് വല്യമ്മ പറഞ്ഞ്. അന്നേരം അച്ഛൻ അങ്ങോട്ട് പറഞ്ഞ്, അമ്മേ ഓളങ്ങനെ പാവം ആ ചെറിയമ്മയെ അങ്ങനെ മുഖത്തടിച്ച പോലെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ? അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ അനുസരിക്കുമല്ലോ. നിങ്ങളെയാണല്ലോ ഒക്കെ വലിയ കാര്യം. ഓരങ്ങനെ പറയാൻ പാടുണ്ട അമ്മ, പാവമല്ലേ, ഓലെ മനസ്സ് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്ന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു. അതിന് വല്യമ്മ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വരുമ്പോഴത്തേക്ക്, ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവളെല്ലാം പറഞ്ഞു കഴിഞ്ഞ്.
പിന്നെ അങ്ങോട്ട് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോൾ എൻ്റെ അനിയത്തിമാരാവരെ ഇവിടെ അമ്മയും മറ്റോളും ഓലെന്ത് വിചാരിക്കും? ഞാൻ കുത്തിത്തിരിക്കുന്നതാ, ഞാൻ തിരിവെച്ച് കൊടുക്കുന്നതാ, ഞാൻ വിഷം കയറ്റി കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ഓല് രണ്ടാളും കൂടി പറയുക. എന്നെയാണ് കുറ്റപ്പെടുത്തുക. പക്ഷെ ഞാനിത് പറയുമ്പോൾ അടുത്തുണ്ടെങ്കിൽ സമ്മതിക്കില്ലേനു. ഇവള് പറഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ വരുന്നത്. എന്ത് ചെയ്യാൻ? അപ്പോഴത്തേക്ക് ഓള് കരഞ്ഞും കൊണ്ട് അങ്ങോട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും എന്ന് അമ്മമ്മ പറഞ്ഞ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.